ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ലിങ്ക്ഡ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ഫയൽസ് ഈച്ച് ഫയൽ ഈസ് എ ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, എല്ലാ ഫയൽ എന്തായിരിക്കും ഒരു ലിങ്ക് ലിസ്റ്റ് ആയിരിക്കും. ആ ലിങ്ക് ലിസ്റ്റ് വഴി ബ്ലോക്ക് എവിടെ വേണമെങ്കിൽ സേവ് ആയിക്കോട്ടെ, എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ എവിടെ വേണമെങ്കിൽ സേവ് ആയിക്കോട്ടെ, പക്ഷേ അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ലിങ്ക്ഡ് ആയ കാരണം നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ബ്ലോക്കിൽ എന്തുണ്ടാവും, ഒരു പോയിൻ്റർ ഉണ്ടാവും. ഈ ബ്ലാക്ക് കാണുന്നത് എല്ലാം ഇതിൽ ഒരു പോയിൻ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ടാകും. ഓക്കെ, സോ എവറി പ്രോബ്ലം കണ്ടിന്യൂസ് അലോക്കേഷൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മളൊരു ലിങ്ക് ലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ആ ലിങ്ക് ലിസ്റ്റിൽ 2 പോർഷൻസ് ആയിരിക്കും, പോയിൻ്ററും ഉണ്ടാവും, ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള പോർഷനും ഉണ്ടാവും. അപ്പോൾ ഡയറക്ടറി contain a pointer to a first and the last block. അപ്പോൾ ഡയറക്ടറിയുടെ അകത്ത് ആകെ ഉണ്ടാവുന്നത് ഫസ്റ്റ് ബ്ലോക്ക് എവിടെ, ലാസ്റ്റ് ബ്ലോക്ക് എവിടെ, ദാറ്റ് ഈസ് ഒരു ഫയലിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ഏതാണ്, ലാസ്റ്റ് ബ്ലോക്ക് ഏതാണ് എന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡയറക്ടറിയുടെ അകത്തുണ്ടാവുള്ളൂ. അതിന് നമ്മൾ സ്പെസിഫിക് നെയിം പറയും, FAT എന്ന് പറയും, ഫയൽ അലോക്കേഷൻ ടേബിൾ. അങ്ങനത്തെ ഒരു ടേബിളും കൂടി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഫിഗറിൽ പറയുന്നത്. ഈ കാണുന്നതാണ് നിങ്ങളുടെ FAT എന്ന് പറയുന്നത്, ഫയൽ ഡയറക്ടറി, ദാറ്റ് ഈസ് ഫയൽ അലോക്കേഷൻ ടേബിൾ. ഇതിനകത്ത് ഒരു ജീപ്പ് എന്ന് പറയുന്ന ഒരു ഫയൽ നിങ്ങൾ കണ്ടോ. ജീപ്പ് എന്ന ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 9ാമത്തെ ലൊക്കേഷനിൽ, എൻഡ് ചെയ്യുന്നത് 25ലും. സോ 9 എന്ന ലൊക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യും, അതാണ് 9th എന്ന ലൊക്കേഷനിലേക്ക് പോയത്. ആ 9 എന്ന ലൊക്കേഷനിൽ പറയുന്നുണ്ട് അതെവിടേക്ക് പാസ് ചെയ്യും എന്ന്. 9 എന്ന ലൊക്കേഷനിൽ 1 കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1. അപ്പോൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകും. ഓക്കെ, 1 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് എവിടേക്കാണ് പോകുന്നത്, ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു നെക്സ്റ്റ് പൊസിഷൻ 2. ഓക്കെ, 2 അതെവിടേക്കാണ് 13, 25. സോ 25 ഇറ്റ് വിൽ ബി ദ എൻഡിങ് പൊസിഷൻ. സോ ലൈക്ക് വൈസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ 1 അല്ല 1 6 ആണ് കേട്ടോ. ഈ 9ൻ്റെ അവിടെ കാണുന്നത്, ഈ 9ൻ്റെ അവിടെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് 1 6 ആണ്. ഈ 9ൻ്റെ അവിടെ കാണുന്ന 1 അല്ല 16 ആണ് കേട്ടോ. അപ്പോൾ 16ലേക്ക് പാസ് ചെയ്യും. 16 അത് പോകുന്നത് 1ലേക്കാണ്, 1 അത് 2ലേക്കാണ് പോകുന്നത്. അവിടെ 2 ആണ്, കറക്റ്റ് ചെയ്യുക. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വന്ന മിസ്റ്റേക്കാണ്, 2 ആണ് അവിടെ. 2 അത് 2ലേക്ക് പോകും. 2 അത് 25 ആണ്, 25 10 25ലേക്ക് പോകും. ദ സീക്വൻസ് അപ്പോൾ പോകുന്ന രീതി എന്ന് പറയുന്നത്, the sequence will go like this. ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. the sequence will go like this. 9 അത് പോകുന്നത് 16ലേക്കായിരിക്കും. 16 1ലേക്ക് പോകും. 1 അത് പോകുന്നത് പിന്നെ 2ലേക്ക്. 2 അത് പിന്നെ പാസ് ചെയ്ത് പോകുന്നത് ഡയറക്റ്റ് 25ലേക്ക്. 25 എന്ന് പറയുന്നത് നമ്മൾ ഡെഡ് ടൈമാണ്. 25 എന്ന് പറയുന്നത് ഓക്കെ, 25 എന്ന് പറയുന്നത് ഡെഡ് കേസായ കാരണം അതവിടെ 25 എന്ന് പറയുന്ന ലൊക്കേഷൻ അവിടെ ഡെഡ് ആയ കാരണം അത് സ്റ്റോപ്പാവും. ഇത് നമ്മളുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ ആയ കാരണം അവിടെ നിന്ന് സ്റ്റാർട്ടാവും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ലിങ്ക്ഡ് അലോക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റ് നമുക്ക് ഉള്ള കൺസെപ്റ്റ് മാറ്റാം. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, നമ്മൾ ഫ്രീ ആയിട്ടുള്ള ബ്ലോക്ക്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു രീതിയിലും അത് ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാനോ നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ, അതിനെയാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത് എനി ഫ്രീ ബ്ലോക്സസ് ഓൺ ദ ഫ്രീ, അത് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റ് ഉണ്ടാവില്ല, പക്ഷേ എനി ഫ്രീ ബ്ലോക്സ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ സ്പേസ് ലിസ്റ്റിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യും, യൂസറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാത്തിനും ഒരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, എഫക്റ്റീവ്ലി ഓൺലി എഫക്റ്റീവ് ഫോർ സീക്വൻസ് ആക്സസ് മെത്തേഡിന് മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
അതൊന്ന്. രണ്ടാമത്തെ കേസ് സ്പേസ് റിക്വയർ ഫോർ ദ പോയിൻ്ററിനുള്ള സ്പേസ് നമ്മൾ സ്റ്റോർ ചെയ്യണ്ടേ, അതും ഒരു വലിയ കേസ് തന്നെയല്ലേ. പോയിൻ്ററിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനും ഒരു വേസ്റ്റേജാണ് നടക്കുന്നത്. പിന്നെ EFAT എന്ന ടേബിൾ എന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ ദ ലിങ്ക്ഡ് അലോക്കേഷൻ മെത്തേഡ് ഷുഡ് ബി ഡയറക്റ്റായിട്ട് നമുക്കത് എന്ത് ചെയ്യാം, വേരിയേഷൻ മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സെറ്റ് ചെയ്യാൻ പറ്റണം. വേരിയേഷൻ എന്ത് ഉണ്ടാവും, അവിടെ ഉണ്ടാകും. അത് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പം ഫയൽ അലോക്കേഷൻ ടേബിളാണ് കാണുന്നത്. ഫയൽ അലോക്കേഷൻ ടേബിളിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ എന്ത് പറയുന്നത് ഒരു പേര്. ആ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് 217 പോകണം. അവിടെ ഓൾറെഡി എൻ്റെ പേരുണ്ട്. ഏതാണ് ആ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡേറ്റാസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പോൾ ആ 116 അത് ലൊക്കേഷൻ പോകുമ്പോൾ 339 കാണാം. 339 കാണുമ്പോൾ നമ്മുടെ എൻഡ് ഓഫ് ദ ഫയൽ നമുക്ക് അവിടെ പറയാനുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. ഇൻഡെക്സ്ഡ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് ദ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് സൈസ് ഡിക്ലറേഷൻ പ്രോബ്ലം. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷനും അതുപോലെ സൈസ് ഡിക്ലറേഷൻ പ്രോബ്ലമിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യണമെന്ന്, ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് സീക്വൻഷ്യൽ സപ്പോർട്ടല്ല, ഇത് ഡയറക്റ്റ് ആക്സസ് എന്ന കാര്യം സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ബ്രിങ്സ് ഓൾ ദ പോയിൻറ്റേഴ്സ് ടുഗെദർ ഇൻ എസ് ഇൻഡെക്സ് ബ്ലോക്ക്. എല്ലാ പോയിൻറ്റേഴ്സിനെ ഇൻഡെക്സ് ബ്ലോക്കിലേക്ക് ഒരു ബ്ലോക്കിലേക്ക് കൊണ്ടുവരും. ആൻഡ് ഈച്ച് ഫയൽ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡെക്സ് ബ്ലോക്ക്. എല്ലാം എന്താ പറയുക, ഫയലിന് എന്തുണ്ടാവും, സ്വന്തമായിട്ടുള്ള ഇൻഡെക്സ് ബ്ലോക്കിന്. എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ഇത്രയും കൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോറിങ്, ദാറ്റ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു ഫയൽ സ്റ്റോർ ചെയ്യുമ്പോൾ തൊട്ടുമ്പോൾ നിങ്ങൾ കണ്ടു ഫയൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ആ ഫയലിൻ്റെ പേര്, ഒരു മിനിറ്റ് ഇങ്ക് മാറ്റിക്കോട്ടെ, ഈ ഫയൽ FAT ആണ് പറഞ്ഞു. ആ FATയിൽ നമ്മൾ സ്റ്റോർ ചെയ്തതന്നെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു സ്റ്റോർ ചെയ്തതന്നെ. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യണേ, ഇൻഡെക്സ് ബ്ലോക്കാണ്. ആ ഇൻഡെക്സ് ബ്ലോക്കിൻ്റെ അകത്ത് 1 by 1 എന്തുണ്ടാകും, ഏതൊക്കെ ഇൻഡെക്സ് നമ്മൾ റെഫർ ചെയ്യാം, ദാറ്റ് ഈസ് ഈ ബ്ലോക്കിന് ഏതൊക്കെ ബ്ലോക്കിലേക്ക് പോകാം എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇൻഡെക്സ് ബ്ലോക്ക് 19, ആ 19ൻ്റെ അകത്ത് കണ്ടോ 9, 16, 1, 10, 25, -1 3 ബ്ലോക്ക്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നില്ലാണ്. ഓക്കെ, അപ്പം അത് ഇങ്ങനെ 3 ബ്ലോക്ക് നില്ലാണ്. അപ്പോൾ വേണമെങ്കിൽ 19 എനിക്ക് എന്ത് ചെയ്യാം, 19 എനിക്ക് 1ലേക്ക് പാസ് ചെയ്യാം, 19 എനിക്ക് 10ലേക്ക് പോവാം, 19 എനിക്ക് 9ലേക്ക് പോവാം, 19 എനിക്ക് 16ലേക്ക് പോവാം, 19 എനിക്ക് 25ലേക്ക് പോവാം. സോ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോറിങ് പോയിൻറ്റേഴ്സ് ഇൻ ദ ബ്ലോക്ക്, ആ ബ്ലോക്കിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് പോയിൻറ്റർ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഒറ്റ പോയിൻറ്റർ സ്റ്റോർ ചെയ്യുന്നു. ആ ഒറ്റ പോയിൻറ്ററിൻ്റെ അകത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഈ പല ഡേറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാം, അതായത് പോയിൻറ്റേഴ്സ് സ്റ്റോർ ചെയ്തിട്ട് അത് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇൻഡെക്സ് അലോക്കേഷൻ ഡസ് സഫേഴ്സ് ഫ്രം ദ വേസ്റ്റ് സ്പേസസ്. വേസ്റ്റ് സ്പേസിൽ നിന്ന് നമുക്ക് സഫർ ചെയ്യണമെന്ന് പറയേണ്ട. പിന്നെ ഇൻഡെക്സ് ബ്ലോക്സിൽ നമുക്ക് എന്താണ് ടു ബി സ്മോൾ ആസ് പോസിബിൾ. നമുക്ക് ഇപ്പോൾ ഇൻഡെക്സ് ബ്ലോക്ക് നമ്മൾ ലാർജ് നമ്പർ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എൻഡ് ഓഫ് ദ ഫയൽ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ അത് എത്ര ചെറുതാണോ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇൻഡെക്സ് ബ്ലോക്ക് ഭയങ്കര കുഞ്ഞായി കഴിഞ്ഞാലും എന്ത് വരും, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ഹോൾഡ് ദ ഇനഫ് പോയിൻറ്റേഴ്സൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ 3 പറഞ്ഞ സൊല്യൂഷൻ, ഈ 3 പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ലിങ്ക്ഡ് സ്കീം, മൾട്ടി ലെവൽ ഇൻഡെക്സ്ഡ്, കമ്പൈൻഡ് സ്കീം എന്ന് പറയുന്നത്. അതും കൂടി നമുക്ക് നോക്കാം. ലിങ്ക്ഡ് ഇൻഡെക്സ്ഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിങ്ക്ഡ് ഇൻഡെക്സ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് ഈസ് നോർമലി 1 ഡിസ്ക് ബ്ലോക്കാണ്. അപ്പോൾ ഇതിലെ ഫിഗർ കാണിക്കുമ്പോൾ ഇത്രയും കൂടി ക്ലിയർ ആവും. ലാർജ് നമ്പർ ഓഫ് ഫയൽസ് വരുമ്പോൾ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യും, സെവറൽ ഇൻഡെക്സ് ബ്ലോക്കിന് ലിങ്കിനെ നമ്മൾ സൈസിന് ലിമിറ്റ് ചെയ്തിട്ടില്ല, അത് നെക്സ്റ്റ് അഡ്രസ്സ് ഏതാണോ അതിലേക്ക് പാസ് ചെയ്യും. നമുക്ക് നോക്കാം.
അപ്പോൾ ഇതിൽ ലിങ്ക്ഡ് ഇൻഡെക്സ് സ്കീമിനെ ഒന്ന് വായിച്ച് നോക്കാം. വായിക്കുമ്പോൾ നോക്കാം, ആൻഡ് ഇൻഡെക്സ്ഡ് ബ്ലോക്ക് ഈസ് നോർമലി വൺ ഡിസ്ക് ബ്ലോക്ക് ക്യാൻ ബി റീഡ് ആൻഡ് റൈറ്റ് ഡയറക്ട്ലി ബൈ ദ ഇൻഡെക്സ് ഇൻ ഇറ്റ് സെൽഫ്. ഡയറക്ട്ലി നമുക്ക് റീഡും റൈറ്റും ചെയ്യാം. ലാർജ് ഫയലാണെങ്കിൽ അതിൽ നമുക്ക് സെവറൽ ഇൻഡെക്സ് ബ്ലോക്ക്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. സ്മോളർ ഇൻഡെക്സ് ബോക്സ് ആണെങ്കിൽ ചെറിയ, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ 7 പേരുടെ ഇൻഡെക്സ് ഞാൻ എന്ത് ചെയ്യണു, ക്രിയേറ്റ് ചെയ്യണു. 7 പേരെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അവരുടെ പേര് വെച്ചിട്ട് ഞാൻ ഓരോ നമ്പർ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. സാധാരണ ഇപ്പോൾ പഠിച്ച മെത്തേഡ് അത് ഞാൻ ലിങ്ക്ഡ് ഇൻഡെക്സ് എന്ന് പറയണം. മൾട്ടിപ്പിൾ ലെവൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സിൽ നിന്ന് വേറെ ഇൻഡെക്സിലേക്ക് ഞാൻ പോകും, അവിടെ നിന്ന് വേറെ ഇൻഡെക്സിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഫയൽ സൈസിനെ നമുക്ക് എന്ത് ചെയ്യാം, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ചെറിയ ഒരു ഇൻഡെക്സാണ്. അവിടെ നിന്ന് ഞാൻ ഒരു ഔട്ടർ ഇൻഡെക്സിലേക്ക് പോകും. അപ്പോൾ എനിക്കൊരു അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, വേറെ ഒരു ഇൻഡെക്സിലേക്ക് പോകും. അവിടെ നിന്ന് എനിക്കൊരു അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സിനായിരിക്കും ഞാൻ എൻ്റെ ഫയൽ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യാനുണ്ടാവുക. നെക്സ്റ്റ് കമ്പൈൻഡ് സ്കീമാണ്, ദാറ്റ് ഈസ് ലിങ്ക്ഡ് ഇൻഡെക്സ് സ്കീമും അതുപോലെ മൾട്ടി ഇൻഡെക്സ്ഡ് സ്കീമും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഫ്യൂ പോയിൻറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. 2 രീതി ചെയ്യാം, സിംഗിൾ ഇൻഡയറക്റ്റ് ബ്ലോക്കായിട്ടും അതുപോലെ ഡബിൾ ഇൻഡയറക്റ്റ് ബ്ലോക്ക് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. സിംഗിൾ ഇൻഡയറക്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് അതിൻ്റെ അകത്ത് അഡ്രസ്സ് ആയിരിക്കും, ഡേറ്റ അല്ല അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സ് വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അതല്ല ഡബിൾ ഇൻഡയറക്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്ൻ ചെയ്യുന്നത് അഡ്രസ്സ് ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഡേറ്റയും. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ കണ്ടോ നിങ്ങൾ, ഈ ഫിഗറിൻ്റെ അകത്ത് സിംഗിൾ ഇൻഡയറക്റ്റ്, ഡബിൾ ഇൻഡയറക്റ്റ്, ട്രിപ്പിൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ സിംഗിൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക്, ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് എന്തുണ്ട്, ഈ 3 ഡേറ്റ അല്ലെങ്കിൽ ഈ 2 ഡേറ്റയുടെ അല്ലെങ്കിൽ ഒരു ഡേറ്റയുടെ പോയിൻറ്റേഴ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഡബിൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റയുണ്ട്, ഒരു ഫയലുണ്ട്, അതിന് വേറെ ഒരു ഇൻഡെക്സിലേക്ക് പോകണു, അവിടെ നിന്ന് നമ്മൾ ഡേറ്റേനെ ആക്സസ് ചെയ്യണം. ഓക്കെ, സിംഗിൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ, അവിടെ നിന്ന് നമ്മൾ ഡേറ്റേനെ ആക്സസ് ചെയ്യണം. ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സ്, അതിന് 2 ഇൻഡെക്സ് വേറെ ഇൻഡെക്സിലേക്ക് നമ്മൾ പോകും, അവിടെ നിന്ന് നമ്മുടെ ഡേറ്റേനെ എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അതും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഡയറക്റ്റ് ഫയലിന് നേരെ നമുക്ക് ഫയലിലേക്ക് എന്ത് ചെയ്യാം, ആക്സസ് പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയൽ അലോക്കേഷൻ മെത്തേഡ്. ഫയൽ അലോക്കേഷൻ മെത്തേഡ് ഒന്നും കൂടി കൺസോൾട്ട് ചെയ്ത് പറയാം, എങ്ങനെയൊക്കെ നമുക്ക് ഫയലിനെ അലോക്കേറ്റ് ചെയ്യാമെന്ന്. 3 രീതിയാണ് നമ്മൾ നോക്കിയത്. കണ്ടിന്യൂസ് മെമ്മറി, കണ്ടിന്യൂസ് അലോക്കേഷൻ മെത്തേഡ്, അതായത് കണ്ടിന്യൂസ് ബ്ലോക്കിനെ അതെന്ത് ചെയ്യണു, റിട്രീവ് ചെയ്യണു. രണ്ടാമത് പറഞ്ഞത് നമ്മളുടെ ഡയറക്റ്റ് എന്തായിരുന്നു, FAT യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണത്, ഫാറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് വാല്യൂ അതിൻ്റെ എൻഡിങ് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് FAT ടേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, പോയിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ലിങ്ക്ഡ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ ലാസ്റ്റ് ടൈം പറഞ്ഞത് ഇൻഡെക്സ്ഡ് ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം.